ഹലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സെൽഫ് ലവിൻ്റെ കണ്ടിന്യൂഷനാണ്. പ്ലസ് ഫോർഗീവ്നെസ്. മറ്റുള്ളവരോടും അതേപോലെ നമ്മളോടും ക്ഷമിക്കുക, അതാണ് ഫോർഗീവ്നെസ്. നമ്മളോട് ഒരുപാട് പേര് പല സ്റ്റേജസ് ഓഫ് ലൈഫിലായിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. നമ്മളും അവരോട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരെ ഫോർഗീവ് ചെയ്യുക. അവർ നൽകിയ എക്സ്പീരിയൻസസ് നമ്മൾ മറക്കാതിരിക്കുക, അതായത് ഫോർഗെറ്റ് ചെയ്യാതിരിക്കുക. പക്ഷെ അതേപോലെ നമ്മൾ അതിനെ വിട്ടുകളയാം. അത്തരത്തിലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയത് കൊണ്ട് നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഓരോ ഇൻസിഡൻസിലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള തിങ്സ് മാത്രം എടുക്കുക. അതായത് അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇന്നും കൂടെ സ്ട്രോങ് ആയി, ഞാൻ ഇന്ന ലെസൺസ് അധികം പഠിച്ചു, അല്ലെങ്കിൽ ആ വ്യക്തി എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് ഞാൻ ഇത്രയും ബോൾഡായി, എനിക്ക് എൻ്റെ സാഹചര്യങ്ങളെ പറ്റി എൻ്റെ പുതിയ അറിവുകൾ എനിക്ക് കിട്ടി. അത്തരത്തിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങാം. എന്നിട്ട് നമ്മൾ പറയാം, ഞാൻ അദ്ദേഹത്തോട് ക്ഷമിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ സാഹചര്യങ്ങളോട് ക്ഷമിക്കുന്നു. അതേപോലെ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. ഓരോ പ്രായത്തിലും ഓരോരുത്തരും അവരവരുടേതായ രീതിയിലുള്ള തെറ്റുകൾ എന്തായാലും ചെയ്യും. പ്രായത്തിൻ്റെതായ തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും. അത് മനുഷ്യ സഹജമായ കാര്യമാണ്. ദാറ്റ്സ് ഹ്യൂമൻ നേച്ചർ. അങ്ങനെ സംഭവിക്കണം, അല്ലാത്തവർ മനുഷ്യന്മാരല്ല. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെറ്റുകൾ നമ്മളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ എന്ത് പറയുക, ഐ ഫൊർഗീവ് മൈ സെൽഫ്, ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു. അല്ലാതെ നമ്മൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തത് കൊണ്ടാണ്, ഞാൻ അങ്ങനെ റെസ്പോണ്ട് ചെയ്തത് കൊണ്ടാണ് സാഹചര്യങ്ങൾ അത്രയും വേഴ്സ്റ്റായി പോയത് എന്ന് ചിന്തിക്കാതെ നമ്മളോട് ഫോർഗീവ് ചെയ്യുക. ഓക്കെ, ശരി, ഇന്ന് തെറ്റ് നമുക്ക് സംഭവിച്ചു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനി അത് ആവർത്തിക്കാതെ നോക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക. അങ്ങനെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി കൊണ്ടുവരണം. അല്ലാതെ ഒരാളോടുള്ള അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങളോടുള്ള ജീവിതത്തോടുള്ള വൈരാഗ്യം, വാശി, ഇതൊന്നും വെച്ച് ജീവിക്കാൻ പാടില്ല. കാരണം അത്തരത്തിലുള്ള വാശിയും ദേഷ്യവും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കുള്ളൂ. അപ്പോൾ ദേഷ്യം, വിദ്വേഷം, വാശി, വൈരാഗ്യം ഇതെല്ലാം ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ക്ഷമിക്കാൻ പഠിക്കണം. വി ഷുഡ് ഫോർഗീവ് അവർ സെൽസ്, വി ഷുഡ് ഫോർഗീവ് അതേഴ്സ്. താങ്ക് യു.